എന്റെ പാസ്പോർട്ടാവും മേഡം. എന്തിനാ പാസ്പോർട്ട്? അത് ഇനി ഇവിടെ കിടക്കട്ടെ. ഇവിടെ എന്തിനാ പാസ്പോർട്ട്? അറ്റസ്റ്റ് ചെയ്യാനായിരിക്കുള്ളൂ. കോപ്പി ഉണ്ടോ? അല്ല, അതായത് ഇവിടുന്ന് പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നില്ല കാര്യം ഞാൻ ഇത് ട്രാവൽ ഏജൻസി അല്ല കേട്ടോ, അത് കൃഷി ഓഫീസാണ്. ചെല്ലു. ഞാൻ ഫാർമറാണ് മേഡം. എന്ത് ഫാർമർ? കൃഷിക്കാരൻ. അതായത് കൃഷിനെ കൂടുതൽ പഠിച്ചിട്ട് എനിക്ക് വിദേശത്ത് പോയിട്ട് അതിനാ എങ്ങനെയാണ് അത് ഇവിടെ നടപ്പിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെന്നെ വിദേശത്തെ കൊണ്ടുപോകണം. അപ്പൊ പഠിച്ചിട്ട് ഞാൻ വരും, ഇവിടെ ഞാൻ നാട് മൊത്തം കൃഷിയാക്കും. ഇങ്ങോട്ട് വന്നേ. സത്യം. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇതേതോ വള്ളി പൊട്ടിയ കേസാണ്, ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ പേര്? എൻ്റെ ഒരു ഉണ്ണി. അപ്പൊ കൃഷിക്കാരനാണ്? കൃഷിക്കാരനാണ്. എന്താ കൃഷി ചെയ്യുന്നത്? ഞാനിപ്പം ഇന്നലെ മുതൽ തുടങ്ങി. എൻ്റെ ഇന്നലെ മുതൽ കൃഷിക്കാരനാണ്. നട്ടിട്ടുണ്ട്. അത് പോകാൻ യോഗ്യത ഉണ്ട്. നരമ്പ മൈനിങ്ങ ബണ്ടക്കെല്ലാം നട്ട് കുറച്ചപ്പോൾ ആയിട്ടുണ്ട്. ഞാനത് കൂടുതൽ വികസിപ്പിക്കും. പുറത്ത് പോയിട്ട് അർഹനാണ്. ഇപ്പേ നമ്മൾ ഇത്തവണ കൊണ്ടുപോകണവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിലൊന്ന് ചേർത്തോ? പറ്റൂല, അത് നേരത്തെ പാസ്പോർട്ട് എന്ന് അവരോട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മള്. അതൊന്ന് മാറ്റി. ഇല്ല, അടുത്ത തവണ ചേട്ടനെ ആദ്യം വിടാം. ഉറപ്പായിട്ടും പോകാ, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പാസ്പോർട്ടായിട്ട് പോയിക്കോ. പാസ്പോർട്ട് എങ്ങനെങ്കിലും ഇത്തവണ പറ്റൂല, അല്ലേ വിടൂലേ? നിങ്ങളെ പോലെയുള്ളവരല്ലേ പോയി പഠിക്കേണ്ടത്. നല്ല ലുക്കില്ലേ? ജയ് ജവാൻ ജയ് കിസാൻ, അത് വാങ്ങിക്കോ. കൃഷിഭവന്റെ ഇവിടെ ചിക്കുന്നു ഒരു ഉപകാരമാണ് മനുഷ്യന്മാർക്ക്. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ഒരു ഉപകാരം ചെയ്തു കൃഷിക്കാർ പറഞ്ഞാൽ. കൃഷിക്കാരനാണ്, ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവും പോകണം വിദേശത്തേക്കല്ല. മാഡത്തിനെ വെറുപ്പിച്ച് അടുത്ത ലിസ്റ്റിൽ പെടൂല. അല്ലാതെന്താ എന്നോട് വന്ന് പറയണ്? അയാൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലേ പറഞ്ഞു ഇത്തവണത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, അടുത്തതിൽ പെടുന്ന അല്ലെ പോകൂല്ല ഇവിടുന്നേ. അയാൾ അതും വിശ്വസിച്ച് ഇടക്കിടക്ക് വരും. അപ്പോഴേക്കും നമ്മ ഇവിടെ നിന്ന് മാറുമല്ല, വന്നാള് കൈകാര്യം ചെയ്തോ. ഇനിയിപ്പോ സമയം കളയണ്ട, ഫാം പ്ലാന്റെ കാര്യം നോക്ക്. മാഡം, കൊറേ ഏലത്തിന്റെ വിത്ത് ബാക്കി കിടപ്പുണ്ടല്ലോ, ആരും കൊണ്ടുപോകാതെ. ആരെങ്കിലും തലയിൽ വെക്കണ്ടേ? വരുമ്പോ കൊടുത്തുവിടാ. അല്ല, നമ്മ സമാനം പറയേണ്ടി വരും. അത് നമസ്കാരം മാഡം. ബാബാ ഇരിക്കേ. ഇരിക്കണില്ല, ഇരുത്തം കിട്ടൂല. മാണ്ട, നമ്മള് വന്ന കാര്യം പറഞ്ഞിട്ട് പോവാ. എന്താ നമ്മളെ മഞ്ഞളുടെ കാര്യം? മഞ്ഞളുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാണ്. വാ പറയാ, ഇരിക്കേ. നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ പറഞ്ഞിട്ടാണ് സുഗന്ധവ്യഞ്ജന കൃഷി നമ്മൾ ചെയ്ത് ലാഭം കൊയ്യാന്ന് പറഞ്ഞിട്ട്. ആകെയുള്ള 43 സെന്റിൽ ഞാൻ മഞ്ഞൾ കൃഷി ചെയ്ത് ഇപ്പൊ മഞ്ഞൾ നന്നായിട്ട് വളഞ്ഞ് ഒരു മനുഷ്യന് വേണ്ട. എന്നിട്ടിപ്പം നമ്മളത് പൊടിച്ച് എന്നാലെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകല് വെച്ചിട്ട് ഒരാളും കൊണ്ടുപോയില്ല. മഞ്ഞൾ മുഴുവൻ പരിയിലിരിക്കുക. എന്താ നമ്മൾ വേണ്ടി? ഒരു കർഷകന്റെ ബസമാണ്. നിങ്ങളൊന്ന് കേക്ക്. അതിന് ടെൻഷൻ അടിക്കേണ്ട മൊയ്തൂക്ക. മഞ്ഞപ്പൊടിയല്ല, ചീത്തായൊന്നും പോകില്ലല്ല. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാം. അതിന്റെ മൂല്യം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ഒരു പണി ചെയ്യാ, എനിക്ക് പകുതി വിലക്കാണ് തിരക്കാണ്ട് കൊണ്ടുപോയിക്കോ. എനിക്കെന്തിനു ഇതിന് മാത്രം മഞ്ഞപ്പൊടി? ആ കൊണ്ടുപോയിട്ട് പുട്ടോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ, എന്റെ മൂല്യമായിട്ട് വർദ്ധിക്കട്ടെ. എന്നാല് ഒരുമാതിരി മറ്റേ വർത്താനം. അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സഹായം ചെയ്യലാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ നിങ്ങൾ വിളവെടുത്ത് കഴിയുമ്പോ അതുകൊണ്ട് വിറ്റ് തരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളിത് അനുസരിക്കാൻ നമ്മൾ കുറെ പാവങ്ങൾ. ഇവർക്ക് ബുദ്ധിമുട്ടാൻ പറ്റൂല. പറമ്പിലിട്ട് കിളക്കാ, വളർന്നു വന്നത് പറിച്ചെടുക്ക. അത് പൈസ ആക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിന്റെ പുറകില്. കൃഷി ഓഫീസർക്ക് വന്ന് നിങ്ങൾ സാധനം വിറ്റ് തരാൻ പറ്റുമോ? ഇതിപ്പോ എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ മഞ്ഞളുടെ കൃഷി ചെയ്ത്. ഇനിയിപ്പോ നിങ്ങൾ പറയും ഇഞ്ചി കൃഷി ചെയ്തോളി തറി. അടുത്ത വർഷം ആകുമ്പോ ഇഞ്ചി ആർക്കും വേണ്ടി വരില്ല. പിന്നെ ഏലം ചെയ്തോളി എന്ന് അറിയും. ഏലം ആർക്കും വേണ്ടി. ഏലത്തിന്റെ ഏലം കൊണ്ട് പുഴുങ്ങി തിന്നോളി. ഏലത്തിന് കൃഷി ചെയ്യാൻ പോണേ ഒരു കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവിടെ ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. ഞാൻ പഞ്ചായത്ത് പോയിട്ട് പറഞ്ഞോളാം. ഓർക്കെങ്കിലും നമ്മളെ കാര്യം മനസ്സിലാവേക്കും. നമ്മളെ ദണ്ണം മനസ്സിലാക്കണം സാറേ കേട്ടോ, രണ്ടാളും. അല്ല മാഡം, ഇത് പറഞ്ഞാലും കാര്യമുണ്ട്. അവർക്ക് നമ്മൾ ഈ വിത്തൊക്കെ കൊടുത്ത് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇത് വിൽക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി പഞ്ചായത്തിൽ പറയട്ടെ. കഴിഞ്ഞ തവണത്തെ കർഷകശ്രീയാണ് നമ്മുടെ. എന്താ സൂതം കാണിക്കുന്നത്?
എല്ലാവരും നാടൻ പച്ചക്കറി ഉണ്ടാക്കണം, ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ടോ വാങ്ങാൻ വരുമ്പോൾ കാശ് നോക്കിയിട്ട് വരവ് പച്ചക്കറി വിഷം മേടിച്ച് കഴിക്കും. എന്തിനാ വെറുതെ ഇതൊക്കെ ഉണ്ടാക്കും? ചിലരുണ്ട് വന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമത്തിലിടുക. കർഷകരാരാ? കോമാളിയോ? എന്താ ചാക്കിലാക്കണേ? ഞാൻ അതൊക്കെ നിർത്താൻ പോയത്. അതെ, ആർക്കും ജൈവ പച്ചക്കറി ഒന്നും വേണ്ടെന്നേ. എല്ലാവർക്കും ഈ വരവ് പച്ചക്കറി വില കുറഞ്ഞിട്ട് മതി. ഒക്കെ വിഷം കഴിച്ചാവട്ടെ. എന്താ കാട്ടുമ്പളെങ്ങനെയായാലും അല്ല, ഇതൊരു 4 ചാക്ക് മഞ്ഞള് ഉണക്കിയിട്ട് പൊടിക്കാൻ വിട്ടിട്ട് എന്തായി? കൊടുത്തു വിറ്റാ? അവിടെ ഉണ്ട്, ചാക്ക് കിടക്കുന്നുണ്ട്. 1 കിലോ യു ഉണ്ടോയില്ലേ? അതിന് ശേഷം ഒരു മനുഷ്യൻ വന്നില്ല കൊണ്ടാവാൻ. എന്താ ചെയ്യാ? ഞാൻ എന്നിട്ട് ആദ്യമായിട്ട് കൃഷി ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോ ഒരു പറഞ്ഞത് നിങ്ങൾ ഇത് കവറിലാക്കിയിട്ട് പീടിയിലേക്ക് കൊണ്ടുപിടിക്കുന്നു. ഇതൊക്കെ നടക്കണ കാര്യ? അല്ല, അങ്ങനെ മാത്രമല്ലോ, ഈ ഫുഡ് സേഫ്റ്റിയുടെ എന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട? അതൊക്കെ വേണോ? അതൊന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഏതാണ്ട് കടയിൽ കൊണ്ടുപോയിക്കാൻ ആൾക്കാർ എടുക്കുമോ? അത് എല്ലാം കൂടി മനുഷ്യനെ കൂടി തലപ്രാന്ത് പിടിക്കുകയാണ്. അല്ല, ഇത് മേടിക്കുന്ന ആൾക്കാര് നമ്മൾ ഈ വരണ പച്ചക്കറി പോലെ വില കുറച്ച് കൊടുക്കണം. നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? എന്റെ മൊയ്തോ 40 വയസ്സിലെ താഴെയുള്ള ഏതെങ്കിലും ഒരുത്തപ്പ കേരളത്തിലെ കൈക്കോട്ടെടുത്ത് കൊത്തി കളയ്ക്കാണ്ടോ? ഉണ്ടോ? ആരുമില്ല. ഏതെങ്കിലും ഇനി ഒരുത്തനെ വിളിച്ചാൽ തന്നെ 800-900 കൂലി കൊടുക്കണ്ടേ? ആവണം. ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ വിഷട്ട പച്ചക്കറി പോലെ നമ്മുടെ പച്ചക്കറി കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. വേണ്ടെന്നേ, ഈ പരിപാടി ഞാനാണ് നിർത്തി. ഇതെന്താ ഫോൺ അടിക്കണ്ടല്ലോ ആരെ? ഇത് കൃഷി ഓഫീസറാ. അടക്കട്ടെ. എടുക്കുന്ന എന്താ കാര്യം? അത് വേണ്ട. എന്തപ്പോ ഒരു ഗ്രൂപ്പ് ഫാർമറോ എന്തോ ഒരു സംഭവം സംഘം ചേർന്ന് കൃഷി ചെയ്യലിന്റെ എന്തോ ഒരു പരിപാടി. അതിന് എല്ലാം പറയണ്ട, ഞാൻ പോയില്ല. ഓർക്കിപ്പോ ആളെ കൂട്ടണം, ആളെ തയ്ക്കണം. അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ അകത്തുള്ള കളിയാ. ഇല്ലേ മോളിന്ന് ഓർക്ക് ചീത്ത വെക്കൂ. അല്ല, ഞാനൊരു കാര്യം ആലോചിച്ചിട്ട് ഇവരെന്താ നമ്മളോട് പറയുന്നത്? ഉൽപാദനം കൂട്ടണം എന്ന് കർഷകരോട് പറയും. എന്നാ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഒരു വഴിയാതെ അവരെന്താ പറഞ്ഞു തരാത്ത? അതാണ് അവർക്ക് അറിയാത്തത്. നമ്മൾ പെട്ട് കിടക്കുകയാണ് സൂര്യേട്ടാ, അല്ലാണ്ട് എന്താ പറയാ? അതെന്നേ, ഞങ്ങോട്ട് അവിടുന്ന് കുറച്ച് പയറും ഇതൊക്കെ എടുത്ത് തരാം, കൊണ്ടായിക്കോ. ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. എന്തൊരു കഷ്ടാണ്. ഞാൻ പിടിച്ചോ. അല്ല, 2 വെണ്ടൊക്കെ വീണെടുക്കാൻ പാടില്ല. അല്ലോണ്ണി, നീ കൃഷിക്കാരനെ വേഷം കിട്ടി നടത്തില്ല. ഇപ്പം എന്താ പഴയ പോലെ വേഷമായ? അത് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം, അത് ചീറ്റിപ്പോയി. ആർക്ക് നഷ്ടം? കാർഷിക മേഖലയ്ക്ക് നഷ്ടം, പിന്നെ അല്ലാണ്ട്. ഇന്ന് ഇവിടെ രോഗവും രോഗപ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. MLAക്ക് ഉടനെ തന്നെ അടുത്തൊരു പരിപാടിയിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഈ ക്ലാസിൻ്റെ ഉദ്ഘാടനത്തിനും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുമായി ഞാൻ MLA ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം രോഗവും രോഗപ്രതിരോധവും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ ഇത്ര ആൾ പോലും കാണാറില്ല. എന്നാൽ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടതിൽ വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ ഒരു പ്രദേശത്ത് നമ്മളൊരു 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 90 പേരും രോഗികളാണ്. എങ്ങനെയാണ് നമ്മൾ രോഗികളാകുന്നത്? ഇന്ന് 40ഉം 50ഉം വയസ്സിനകത്ത് രോഗങ്ങൾ വന്ന് പല ചെറുപ്പക്കാരും മരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷമടിച്ച പച്ചക്കറി, പഴം, അരി, മറ്റു സാധനങ്ങൾ, ഭക്ഷ്യ സാധനങ്ങൾ, അതാണ് നമ്മൾ യഥേഷ്ടം കഴിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമോ, നമ്മുടെ കാരണവന്മാര് പണ്ട് 80ഉം 90ഉം 100ഉം വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. മറിമായം